ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യൂ ഗായ്സ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ മാങ്ങ കഴിക്കാനൊരു കൊതി. അങ്ങനെ മാവ് പോയി നോക്കിയപ്പോൾ 2-3 മാങ്ങയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു അച്ചാറുണ്ടാക്കാൻ വിചാരിച്ചു. അച്ചാറല്ല, കടുമാങ്ങ. ശരിക്കും പറഞ്ഞാൽ ഞാനിതൊരു കുക്കിംഗ് വ്ളോഗ് ആയിട്ടല്ല ഉദ്ദേശിച്ചത്, പക്ഷെ എടുത്ത് വന്നപ്പോൾ അത് കുക്കിംഗ് വ്ളോഗ് തന്നെ ആയി ഗൈസ്. ഞാനിത് എന്താ ചെയ്യുന്നതെന്നൊന്നും പറയണില്ല, അതെല്ലാവർക്കും അറിയണ സംഭവം തന്നെ ആയിക്കാരം. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ പറയാം. വീഡിയോ എന്താണ് എല്ലാവരും കണ്ടിട്ട് പോകുന്നത്? ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളെപ്പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. ഞാനിതൊന്ന് ചുരുക്കി പറയാം. ആദ്യം അരിയും ഉലുവയും എടുത്തിട്ട് വറുക്കണം. ഒരു പൊട്ടണ രൂപത്തിലാവില്ലേ, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ തക്കാളി, പച്ചമുളക്, മാങ്ങ അരിഞ്ഞത്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, ഈ ഐറ്റംസൊക്കെ ചേർത്തിട്ട് പുളിവെള്ളത്തിൽ മിക്സ് ചെയ്യുക. പുളിവെള്ളത്തിൽ മിക്സൊക്കെ ചെയ്തതിന് ശേഷം കൊണ്ടുപോയി അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ച് മാങ്ങ എല്ലാം വെന്ത് തിളക്കുമ്പോൾ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുക. ഒരു മധുരത്തിനനുസരിച്ചുള്ള ഇട്ടാൽ മതി. ഞാൻ 2 പീസ് ഇട്ടിക്കണം. അതൊന്ന് വെന്ത് വരുമ്പോൾ തീ ഓഫാക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ മോൻ നീച്ചപ്പോൾ ഞാൻ പോയി. അപ്പോഴത്തേന് നല്ല വറ്റിയിട്ടുണ്ട് കേട്ടോ അത്. തീ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ പൊടിക്കാൻ വേണ്ടി മാറ്റി വെച്ച അരി ഉലുവ നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ചേർത്ത് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് ചെയ്യാനിട്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഗൈസ്. ചോറിൻ്റെ ഒപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേറൊരു പണി കിട്ടി, പുളി തൊലിക്കാൻ. ഇപ്പോൾ ചക്കൻ്റെയും മാങ്ങൻ്റെയും പുളീൻ്റെയും ഒക്കെ സീസണല്ലേ, അതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള ചേച്ചി കുറേ പുളി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, പുളി പൊളിക്കണോ അതോ വേണ്ടയോ. നമ്മളെ വീട്ടിലാകുമ്പോൾ നമുക്ക് ഭയങ്കര മടിയാണല്ലോ ഗൈസ് എല്ലാത്തിനും. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇട്ടുള്ളത്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു കുറച്ച് നിൽക്കാൻ. ഹസ്ബൻഡ് ഇപ്പോൾ ഗൾഫിലാണ് ഗൈസ്. അപ്പോൾ വീട്ടിൽ ആരുമില്ലാത്ത പോലെ. ഇനി ഏതായാലും കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിന്നിട്ട് വേണം പോവാൻ. മോന് സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേന് പോവാൻ മതിയെന്നാണ്. അപ്പം ഞാൻ വീണ്ടും പറയാണ്, ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ ആലോചനയൊക്കെ കഴിഞ്ഞു, പുളി പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പുളി ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആര് വരുന്നത്? മറ്റാരുമല്ല, എൻ്റെ ദിലിക്കുട്ടി. അങ്ങനെ പുളി തൊലിക്കൽ സ്റ്റോപ്പാക്കിയിട്ട് ഞാനും അവനും പോയി. അങ്ങനെ അവനക്ക് വേണ്ടതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും കാണുന്ന അവസ്ഥ എന്താണെന്നറിയോ? എൻ്റെ മൂത്ത മോനുണ്ട്, സിയാൻ ഹാദി. അവൻ്റെ പേര് നമ്മൾ സിനു എന്ന് വിളിക്കും. ഓനും എൻ്റെ ഒരു പൊന്നാര അനിയത്തിയുണ്ട്, പൊന്നു. ഓളും കൂടെ പുളി ബാക്കി മുഴുവൻ പൊളിച്ചു ഗൈസ്. അവരും ഫുള്ളാക്കിയിട്ടില്ല കേട്ടോ, ബാക്കി ഉമ്മാക്കും കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. അപ്പം ഞാൻ ചോറും ഞാൻ ഉണ്ടാക്കിയ കടുമാങ്ങല്ലേ അതും, പിന്നെ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കിയൊരു ചക്കക്കൂട്ടാനും ഉണ്ടേനി, അതും കൂട്ടി നല്ല അടിപൊളി ചോറ് തിന്നു ഗായ്സ്. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇനി അല്പം ഉറക്കമായാലോ? അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റൊക്കെ ചെയ്യണേ. ഇഷ്ടപ്പെടാത്തവർ അതും പറഞ്ഞോളൂ, ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ പോട്ടെ.